എപ്പോഴും വീട് എങ്ങനെ ഇത്ര വൃത്തിയായി ഇരിക്കുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന്റെ രഹസ്യം ഇതാണ്. നമ്മുടെ വീട് എന്നും ക്ലീൻ ആയിട്ടിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി, എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കും. എന്റെ വീട് മെയിൻ റോഡ് സൈഡിലായതുകൊണ്ട് എപ്പോഴും പൊടിയോ അഴുക്കും ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ ഫ്ലോർ ക്ലീനറും ഗ്ലാസ് ക്ലീനറും കൂട്ടി മിക്സ് ചെയ്താണ് ഒരു സ്പ്രേ ബോട്ടിലാക്കിയാണ് എടുത്തത്. കണ്ടോ എത്ര വൃത്തിയായിരുന്നു. ഗ്ലാസ് ക്ലീനർ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് വേഗം തന്നെ ഉണങ്ങി കിട്ടും. ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഗ്ലാസ് ക്ലീനർ. നിങ്ങളും ഗ്ലാസ് ക്ലീനർ ഉപയോഗിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എല്ലാ ദിവസവും വീടിന്റെ മുൻഭാഗം വൃത്തിയായിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറ്. കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ അലർജിയും അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സിറ്റ് ഔട്ട് വൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ചവിട്ടിയൊക്കെ എടുത്ത് മാറ്റി അടിച്ചു വാരും. പിന്നെ സ്റ്റെപ്പിൽ ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും. ചെരുപ്പുകളൊക്കെ ഞാൻ ഈ സ്റ്റാൻഡിന്റെ മുകളിലാണ് വയ്ക്കാറ്. ഈ ഭാഗത്ത് ചെരുപ്പുകളൊക്കെ കഴുകി വെച്ചാൽ രാവിലെയുള്ള വെയിലിൽ നല്ലപോലെ ഉണങ്ങി കിട്ടും. അതുപോലെ തന്നെ ഷൂ റാക്കുള്ളവർ അതിലെടുത്ത് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഹാളിലേക്ക് വന്നാൽ അടിച്ചു വരുന്നതിന് മുന്നേ സോഫ ക്ലീൻ ചെയ്ത് വെക്കണം. 10 മിനിറ്റ് ഒന്നും വേണ്ട ഇതൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പൊടി ഉണ്ടോ ഇല്ലയോ ഒന്നൊന്നും നമ്മൾ നോക്കണ്ട, ദിവസവും ഇതങ്ങ് ചെയ്താൽ മതി. ഇനി TV യൂണിറ്റാണ് വൃത്തിയാക്കുന്നത്. അതിന്റെ സൈഡിലായി ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ വെള്ളം നിറച്ച് അതിൽ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. വീടിൻ്റെ അകത്തേക്ക് കാറ്റും വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ജനാലകൾ തുറന്നിടുക. ഞാനിപ്പോൾ കിച്ചണിലെ ജനാലകളാണ് തുറന്നിട്ടത്. ഈ കാണുന്ന സപ്പോട്ട മരത്തിൽ കിളികൾ 2 കൂട് കൂട്ടിയിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് കണ്ടോ? ഒക്കെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബല്ലേ. ഇനി ഡൈനിങ് ടേബിൾ ആണ് ക്ലീൻ ചെയ്യുന്നത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അപ്പോൾ തന്നെ എടുത്ത് മാറ്റി അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ ഉള്ളിൽ തന്നെ ചെയറൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ കിച്ചണിനൊക്കെ നല്ല ഭംഗി കിട്ടും കേട്ടോ. അടുത്തതായി ചെയ്യാൻ പോകുന്നത് വർക്ക് ഏരിയയിലെ വാഷ് ബേസ് ക്ലീൻ ചെയ്യലാണ്. അതിനായി ബ്രഷിലേക്ക് ഹാൻഡ് വാഷ് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഞങ്ങൾ രാവിലെ ബ്രഷൊക്കെ ചെയ്തപ്പാട് വാഷ് ബേസ് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറില്ല. കുക്കിങ്ങിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നന്നായി ഡീപ്പ് ക്ലീൻ ചെയ്യാറ്. ഇത് ഡൈനിങ് ഹാളിലെ വാഷ് ബേസ് ആണ്. 2 സ്ഥലത്തും ഞാൻ ഹാൻഡ് വാഷും ബ്രഷും സെപ്പറേറ്റ് മാറ്റി വെക്കാറുണ്ട്. സത്തൂറിൻ്റെ ഹാൻഡ് വാഷാണ് നമ്മൾ സാധാരണയായിട്ട് 2 ഏരിയയിലും വെക്കാറ്. ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ബെഡ്ഷീറ്റൊക്കെ നന്നായി വിരിച്ചിടുന്നത് ബെഡ്റൂമിന് നല്ലൊരു ലുക്ക് തരാൻ വേണ്ടി തന്നെ സഹായിക്കും. ഞാനിവിടെ 2 ബെഡ്റൂമിലും റെഡ് വൈറ്റ് കോമ്പിനേഷൻ തരുന്ന ബെഡ്ഷീറ്റാണ് ഉപയോഗിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കൂടി ഒരു 10 മിനിറ്റേ വേണ്ടു. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ടാണ് കുറെ സമയം എടുക്കുന്ന പോലെ തോന്നുന്നത്. മാക്സിമം ക്ലീനിങ് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് അല്ല ഞാനിപ്പം പറഞ്ഞത്, എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടിച്ചുവാരി തുടച്ചിട്ടാൽ തന്നെ അത്രയും കാര്യങ്ങൾ നമുക്ക് സെറ്റായി. ഇനി കിച്ചണിലേക്ക് പോയി കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ ഉണ്ടാവും സിങ്കിൽ. അപ്പോൾ അതൊക്കെ അപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. കുറേ നാളായി എന്നെ ബുദ്ധിമുട്ടിച്ച ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു എലിശല്യം. അപ്പോൾ ഇതിന് നല്ലൊരു പരിഹാരം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഡ്രിൽസിൻ്റെ കമ്പിയിൽ ടൈ ഉപയോഗിച്ചാണ് നെറ്റ് കെട്ടി വെച്ചത്. ആ പ്രശ്നത്തിന് വലിയൊരു ആശ്വാസം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞ ഈ ടിപ്സൊക്കെ എല്ലാവർക്കും നന്നായി ഇഷ്ടമാകുന്നു കരുതുന്നു. നമ്മുടെ വീടിൻ്റെ വലിപ്പമോ ചെറുപ്പമോ അതൊന്നും അല്ല കാര്യം. ഉള്ളത് നമ്മൾ എങ്ങനെ ഭംഗിയാക്കി വയ്ക്കുന്നു എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക.